ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസ് പുതിയ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് പരാതി. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതായും പരാതിയിൽ പറയുന്നു. വൈരാഗ്യ നടപടി ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിൻ്റെ പേരിലാണ് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. വിവരങ്ങളുമായി അർച്ചന ചേരുന്നു. അർച്ചന, സാന്ദ്ര തോമസും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അല്ലെങ്കിൽ ഫെഫ്കയുമായിട്ടൊക്കെ നിലനിൽക്കുന്ന തർക്കങ്ങളുണ്ട്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട നിയമ പ്രശ്നങ്ങളും നടപടികളും ഒക്കെ നിലവിൽ തന്നെയുണ്ട്. അവിടെയാണോ സാന്ദ്ര തോമസിൻ്റെ പുതിയ നീക്കം? നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് സാന്ദ്ര തോമസ് നേരത്തെ പരാതി നൽകിയിരുന്നത്. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിന് പിന്നാലെ വൈരാഗ്യ നടപടിയുമായി ഈ ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ അത് രണ്ടും എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഈ പരാതിയിൽ? അർച്ചന, പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നും സിനിമയിൽ നിന്നും മാറ്റി നിർത്തി എന്നും പറയുന്നത് ഏത് തരത്തിലാണ് ഈ പരാതിയിൽ വിശദീകരിക്കുന്നത്? പ്രധാനമായും ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിനു ശേഷം ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ തന്നെ അപമാനിച്ചു എന്നാണ് ഈ പ്രധാനമായി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നു. ഇത് നേരത്തെ തന്നെ അവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുകയും ചെയ്തതാണ്. അതിന് പിന്നിൽ ആരെന്ന് ആ സമയങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ സിനിമയിൽ ഒരു കൂട്ടം ആളുകൾ തന്നെ ഇത്തരത്തിൽ അപമാനിക്കുകയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു എന്ന് അവർ പറയുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പരാതിയുമായി, അതായത് ബി ഉണ്ണികൃഷ്ണനെതിരെയും അതുപോലെ നിർമ്മാതാവ് ആൻഡ്രോ ജോസഫിനെതിരെയും പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണനെ ഒന്നാം പ്രതിയായും നിർമ്മാതാവ് ആൻഡ്രോ ജോസഫിനെ രണ്ടാം പ്രതിയുമായാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. പ്രധാനമായും പൊതുമധ്യത്തിൽ അപമാനിച്ചു, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നാണ് ഈ പ്രധാനമായി പരാതിയിൽ പറയുന്നത്. അതായത് കേസെടുത്തിപ്പോൾ പോലീസ് അന്വേഷണ നടപടികളിലേക്ക് കടന്നു എന്നാണോ? തീർച്ചയായും കേസെടുത്ത് എഫ്ഐആർ ഇട്ട് അന്വേഷണ നടപടിയിലേക്ക് കടക്കുകയാണ്. സാന്ദ്ര തോമസിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്താനുണ്ട്. അടുത്ത ഘട്ടമായി ആ നടപടിയിലേക്ക് അടക്കം കടക്കും. എന്തായാലും അവർ ഇതുവരെ മാധ്യമങ്ങളോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. നിലവിൽ നേരത്തെ തന്നെ ഈ പരാതി നൽകിയിരുന്നു. പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സാന്ദ്ര തോമസും അതുപോലെ തന്നെ ഈ ചലച്ചിത്ര ഈ പറഞ്ഞ പോലെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും ഇതിൻ്റെ രണ്ടിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആളുകളാണ് ആൻഡ്രോ ജോസഫും അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണനും. അപ്പോൾ ഈ രണ്ട് സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണത്തിന് സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ സാന്ദ്ര തോമസ് ഈ കേസ് കൊടുത്തതിനെക്കുറിച്ച് മാധ്യമങ്ങളെ കാണാനിടയുണ്ടോ? നിലവിൽ അത്തരത്തിലൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഫെഫ്കയും അതുപോലെ ഈ സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയും എല്ലാം തന്നെ ഇതിൽ ഇടപെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം രണ്ടുപേരും ഈ സംഘടനാ തലപ്പത്ത് ഇരിക്കുന്ന ആളുകൂടിയാണ്. മാത്രമല്ല, ഇവർ നേരത്തെ തന്നെ ഫെഫ്കയിൽ പരാതികൾ ഉന്നയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകുകയും ചെയ്തത്. പിന്നീടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഫെഫ്കയോ അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണനോ ഇതുവരെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അത് ഉടനെ ഉണ്ടാകും, അത്ര ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രധാനമായി അറിയേണ്ടത്. ശരി. ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിൽ തന്നെ മുൻപ് നിലനിന്ന വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളും അതേ തുടർന്ന് നിയമ നടപടികളുമായി അവർ പോയതും അത് കോടതി ഇടപെട്ടതും ഒക്കെയായ ഒരു പശ്ചാത്തലം നിൽക്കെയാണ് സാന്ദ്ര തോമസ് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. പുതിയൊരു പരാതി ഇപ്പോൾ പോലീസിൽ നൽകിയിരിക്കുന്നു. അർച്ചനയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.